നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വസതിയിൽ നടക്കുന്ന ഇ.ഡി. റെയ്ഡ് തുടങ്ങിയിട്ട് 6 മണിക്കൂർ പിന്നിടുകയാണ്. ചെറുതായിട്ട് പിണറായി വിജയന്റെ തലകറക്കമൊക്കെ വരാൻ തുടങ്ങിയോ എന്നൊരു സംശയം. എന്നാൽ ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ആംബുലൻസ് പുറത്തു കിടപ്പുമുണ്ട്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വസതിയിൽ ഇ.ഡി. റെയ്ഡ് എത്തിയതിന് പിന്നാലെ തന്നെ CPM പ്രതിഷേധം കടുപ്പിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ്. കുത്തിയിരിപ്പ് സമരം ആരംഭിച്ചു. മുൻ മന്ത്രിമാരായ നമ്മുടെ ശിവൻകുട്ടി അടക്കമുള്ളവർ കുത്തിയിരിപ്പ് സമരത്തിൽ ഭാഗമാകുകയാണ്. എന്തായാലും ഇതിനിടെ ഇ.ഡി. റെയ്ഡ് വിശദീകരിച്ച വാർത്താക്കുറിപ്പും പുറത്തിറങ്ങിയിട്ടുണ്ട്. കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടെയിൽ ലിമിറ്റഡ് സാമ്പത്തിക ഇടപാട് കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ ടി വീണയും ഉൾപ്പെടുന്നുണ്ട് എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിച്ചു. സംസ്ഥാന വ്യാപകമായി നടക്കുന്ന റെയ്ഡുകൾക്ക് പിന്നാലെ പുറത്തുവിട്ട വാർത്താക്കുറിപ്പിലാണ് ഇ.ഡി. ഈ നിർണായക വിവരങ്ങൾ വ്യക്തമാക്കിയത്. കമ്പനിയിൽ നിന്ന് വ്യാജ ചെലവുകളുടെ മറവിൽ വകമാറ്റിയ ഫണ്ടിന്റെ പ്രധാന ഗുണഭോക്താക്കളിൽ ഒരാൾ ടി വീണയാണെന്നും കേന്ദ്ര അന്വേഷണ ഏജൻസി പരസ്യപ്പെടുത്തിയിട്ടുണ്ട്. CMRL കമ്പനിയിൽ നിന്ന് യാതൊരുവിധ സേവനങ്ങളും നൽകാതെ വിവിധ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും കോടിക്കണക്കിന് രൂപ കൈമാറിയിട്ടുണ്ടെന്നാണ് ഇ.ഡിയുടെ കണ്ടെത്തൽ. കമ്പനിയുടെ നിയമപരമായ ചെലവുകൾ എന്ന വ്യാജേനയാണ് ഈ തുക വകമാറ്റിയത്. ഇത്തരത്തിൽ പണം കൈപ്പറ്റിയവരിൽ മുൻ മുഖ്യമന്ത്രിയുടെ മകൾ ടി വീണയും ഉൾപ്പെടുന്നുണ്ടെന്നും പരിശോധനകളുണ്ടെന്നും അന്വേഷണത്തിന്റെയും പരിധിയിൽ മുൻ മുഖ്യമന്ത്രിയും മകളും കൃത്യമായി ഇടപെട്ടിട്ടുണ്ടെന്നും ഇ.ഡി വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നു. ഇ.ഡി വാർത്താക്കുറിപ്പിൽ പുറത്തുവിടുന്നതിന് മുന്നോടിയായി ഇന്ന് പുലർച്ചെ മുതൽ കേരളത്തിലും ബാംഗ്ലൂരിലുമായി 12ഓളം കേന്ദ്രങ്ങളിലാണ് ഒരേ സമയം റെയ്ഡ് ആരംഭിച്ചത്. അതേസമയം പിണറായി വിജയന്റെ വീടിന്റെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എത്തിയത് മുന്നറിയിപ്പില്ലാതെയാണ്. റെയ്ഡ് നടത്തുന്ന കാര്യം സംസ്ഥാന പോലീസിനെയോ മറ്റു ഉദ്യോഗസ്ഥരെയോ അറിയിച്ചിരുന്നില്ല. കേരളത്തിലെ 10 ബംഗളൂരിലുമാണ് പരിശോധന. മാസപ്പടി കേസിലാണ് ഇ.ഡിയുടെ വ്യാപക പരിശോധന. ഡൽഹിയിൽ ഇ.ഡി ആസ്ഥാനത്ത് ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് പരിശോധന എന്നാണ് വിവരം. തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ, ബംഗളൂരു തുടങ്ങിയ 12 ഇടങ്ങളിൽ പരിശോധന തുടരുന്നു. പിണറായിയുടെ കണ്ണൂരിലെ സ്വന്തം വീട്ടിലും തിരുവനന്തപുരത്തെ ബേക്കറി ജംഗ്ഷനിലെ വാടകയ്ക്കെടുത്ത വീട്ടിലും റെയ്ഡ് നടക്കുന്നുണ്ട്. മുൻ മന്ത്രി P.A. മുഹമ്മദ് റിയാസിന്റെ കോഴിക്കോട് കോട്ടുളിയിലെ വീട്ടിലും റെയ്ഡ് നടക്കുന്നു. റിയാസ് ഇവിടെ ഇല്ലെന്നാണ് സൂചന. കൂടാതെ കൊച്ചിയിലെ CMRL ഓഫീസ്, CMRL MD ശശിധരൻ കർത്തയുടെ വീട്, എക്സാലോജിക്കിന്റെ ബാംഗ്ലൂരിന്റെ ഓഫീസ് എന്നിവിടങ്ങളിലും റെയ്ഡ് തുടരുന്നുണ്ട്. രാവിലെ 6 മണിയോടെ തുടങ്ങിയ പരിശോധന 3 മണിക്കൂർ പിന്നിടുകയാണ്. പിണറായി വിജയൻ, വീണ വിജയൻ എന്നിവരിൽ നിന്ന് ഇ.ഡി മൊഴി എടുക്കുകയാണെന്നാണ് വിവരം. CMRL, എക്സാലോജിക് സാമ്പത്തിക ഇടപാടുകളുടെ രേഖകൾ ഇ.ഡി തേടിയതായാണ് വിവരം. കേസിൽ അന്വേഷണത്തിന് തടസ്സമില്ല എന്ന ഹൈക്കോടതി ഉത്തരവിന് പിന്നാലെയാണ് നടപടി. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വാടക വീട്, കണ്ണൂർ പിണറായി പണ്ടിയാലമുക്കിലെ വസതി, മുൻ മന്ത്രി P.A. മുഹമ്മദ് റിയാസിന്റെ കോഴിക്കോട്ടെ വീട് എന്നിവിടങ്ങളിലാണ് കേന്ദ്രസേനയുടെ കനത്ത സുരക്ഷയിലാണ് പരിശോധന പുരോഗമിക്കുന്നത്. കൂടാതെ കൊച്ചിയിലെ CMRL ഓഫീസ്, ബാംഗ്ലൂരിലെ എക്സാലോജിക് കമ്പനിയുടെ ഓഫീസ് എന്നിവയും ഇ.ഡി റെയ്ഡിന്റെ പരിധിയിൽ ഉണ്ട്. മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് ഇ.ഡി രജിസ്റ്റർ ചെയ്ത കേസിനെതിരെ CMRL ഉൾപ്പെടെയുള്ളവർ നൽകിയ ഹർജികൾ കഴിഞ്ഞ ദിവസം കേരള ഹൈക്കോടതി തള്ളിയിരുന്നു. ഇ.ഡിക്ക് അന്വേഷണവുമായി മുന്നോട്ട് പോകാമെന്ന കോടതി ഉത്തരവ് വന്ന മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇ.ഡിയുടെ ഭാഗത്തു നിന്നും ഇത്രയും ശക്തമായ നീക്കം ഉണ്ടാകുന്നത്. അതല്ലാതെ മുഖ്യമന്ത്രി സതീശൻ പ്രധാനമന്ത്രിയെ കണ്ട് മടങ്ങിയതിന് പിന്നാലെയല്ല എന്ന വാസ്തവം തിരിച്ചറിയുക.